ഇന്നത്തെ നടക്കാൻ പോകേണ്ട ദൃശ്യമാണ്. പള്ളി ഇതേ അവിടെ അതിൻ്റെ ആ സൈഡിലായിട്ടാണ്. അവിടുന്ന് ഞങ്ങൾ കാപ്പിടിയൊക്കെ കഴിഞ്ഞു. ഇതൊരു റെയിൽവേ ട്രാക്കാണ്, മെട്രോ സ്റ്റേഷൻ ആ കാണുന്നതാണ്. അത് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ എല്ലാം ഈ പുല്ലുകളെല്ലാം പറിച്ച് അത് കട്ട് ചെയ്ത് റോള് ചെയ്ത് ഫോഡറായിട്ട് ആനിമൽസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഉള്ളവർ മേടിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ഥലം. I want to walk from here because I see the flower there. Okay, go from there, no problem. You can also go from here if you want. Yeah, that's what I'm saying. So there are the other things, you know. ഈശ നടക്കാൻ പോകുന്ന വഴികളാണിത്. നേരത്തെ ഇതെല്ലാം ഒരില പോലും ഇല്ലാണ്ട് വെറുതെ ചുള്ളിക്കമ്പ് മാരി നിന്നിരുന്നു. ഇപ്പം അതവിടെ എല്ലാം പച്ച വന്ന് മഞ്ഞ് മാറിയപ്പോൾ വാവ്, ഇന്നാൾ പൂക്കൾ കണ്ടതുപോലുള്ളതേ അമറേന എന്നും പറഞ്ഞ ഒരു വെറൈറ്റി ഓഫ് ചെറീസാണിത്. കാണുന്നുണ്ടോ? അതെ, കൊലയായിട്ട് കിടക്കുന്നുണ്ട്. വാവ്, റെഡ് കളറിൽ. They are not even bad, huh? Yeah, it's not tasty. കുറേ പേരൊക്കെ പിച്ചിക്കൊണ്ട് പോയിട്ടുണ്ട്, പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെ, കൊലയായിട്ട് കിടക്കുന്നുണ്ട് ചെറീസ്. വാവ്, 2 ദിവസം കൂടെ കഴിയണേ നല്ലോണം പഴുക്കും. You plucked it? Yeah, good. Okay. അയ്യോ, നല്ല രസമുണ്ട്. അങ്ങ് മുകളിൽ വരെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെയാണ് വല്ല തോട്ടിയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയത്. ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഞാനൊക്കെ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന ആളാണ്. മരം കയറി എന്നാണ് എന്നെ പണ്ട് ഗവൺമെൻറ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയുന്നത്. ഇപ്പോൾ കയറാനും വകുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ആഹാ, ഇത് പാപ്പ, ലുക്ക് അറ്റ് ദിസ്, കംപ്ലീറ്റ്ലി റൈപ്പൺ. ദാറ്റ് വൺ, ടേക്ക് ദാറ്റ്, ടേക്ക് ഫ്രം അപ്പ് ദാറ്റ് വൺ, ദാറ്റ് ബഞ്ച്. യാ, ദിസ് ബഞ്ച് ഹിയർ, യു സീ. യാ, no, this bunch here. I'll hold it down. Put it down. Okay. നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ എല്ലാവരും പുള്ളി തിന്ന് ചെയ്യുന്നുണ്ട്. ഓ, എന്താ രസമല്ലേ. ഞാനും ഒരെണ്ണം പറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഒരെണ്ണം പറിച്ച് തിന്ന്. അയ്യ, ഇതൊരു പ്രത്യേകമുള്ള ഒരെണ്ണമാണ്. അതിന് ഇത് ഐസ്ക്രീം ഉണ്ടാക്കാനാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഈ പേരിൽ അമറേന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പം അതിൻ്റെ പേരിലാണ് ഇതുള്ളത്. ഐസ്ക്രീം ഉണ്ടാക്കി കിട്ടും. Good thing we came from here. Yeah. My shoes will get dirty over this grass, but there is no water anyway. The moisture is not there, so I can survive also. ഓരോരോ കായ്കളുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുവേ, ദൈവം ഇപ്പോൾ സമ്മർ വരികയാണല്ലോ, കിളികൾക്കൊക്കെ വെള്ളം കുടിക്കണ്ടേ. അപ്പം നമ്മൾ ആഹാരം തരും നമുക്ക് ഈശോ. അത് ആ പൂക്കൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വന്നത്. അവിടെ നിന്ന് നോക്കുമ്പം കാണുന്നുണ്ടായി ഈശോയെ. ഇത് കണ്ട, വാവ്, ബ്യൂട്ടി, വാട്ട് എ ബ്യൂട്ടി. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത മരമാണേ, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. എന്താ, സൂര്യനും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം മണി 9 കഴിഞ്ഞ്. അതാ ഉണ്ടോ? ഓ, ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ റേസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടി ആയിരിക്കുന്നത്. അത് ഒന്നും റൈപ്പായിട്ടില്ല, ഇതിങ്ങനെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, കം, ലെറ്റ്സ് ഗോ. ഐ തിങ്ക് ഓൺ ദി അതർ സൈഡ് ദർ ഈസ് നോ. വാട്ട് എ വണ്ടർ, നോ? I like it. Look inside. The sun is shining through my car. Yeah. പിന്നെ നമുക്ക് പോകാം. ഞങ്ങൾ വീടിൻ്റെ അവിടുന്ന് പള്ളിയിൽ നിന്ന് വരികയാണെങ്കിൽ 10 മിനിറ്റ് ഈ എൻട്രൻസിലോട്ട് വരാം. ഇതിലെ ഒരു നടത്തിയിട്ടാണ് ഞങ്ങളിങ്ങനെ പോണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് കാണിച്ച്
വെള്ളം ഒഴുകുന്നതിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഒരു ചെറിയൊരു ക്രീക്കുണ്ട് ഇതിനകത്ത്. പിന്നെ കാണിച്ചു തരാം. അതാ അവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സമ്മറിൻ്റെ. കഴിഞ്ഞ വർഷം ഞാനെടുത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എടുത്തിട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് ഈശോ ഇതിലെ ഒരു നടന്നു കഴിഞ്ഞാൽ ഡയബറ്റീസൊക്കെ അത് പമ്പ് കിടക്കും. ദിവസം ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വേണം വരാനായിട്ട്. ഇതെന്ന് പറയണത് ഈ കാണുന്ന പോപ്പിയാണേ. പോപ്പിയുടേത്. ഇത് ഈ യൂറോപ്പ് മുഴുവനും ധാരാളം ഇങ്ങനെ കിടക്കും. ഇതാണ് അഫ്ഗാൻകാരൊക്കെ വിറ്റ് ഇഷ്ടംപോലെ കാശ് ലോകത്തിൻ്റെ നാന ഇന്ത്യയിലൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. ഈ പോപ്പി സൈഡിൽ നിന്ന് അവർ പിന്നെ ഉണ്ടാക്കും. നൈസ്. ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പം അത് കാണുന്നില്ല. ഒരു ക്രീക്കാണിത്. യോ ഇത് കാണുന്നത് നിറയെ ഉണ്ട്. പപ്പ വാട്ട് എ ബ്യൂട്ടി. ഇത് പച്ചയായിട്ട്, ഇത് ഗ്രീൻ കളർ, ഇനിയും അത് ഇതാ മച്ചറാകാനുണ്ട്. ഇത് ഇത്ര പിങ്ക് കളർ. എന്തായിരിക്കും അല്ലേ അതിൻ്റെ ഭംഗി എന്ന് പറയണത്. ഓ, അങ്ങ് ആകാശം വരെ കിടപ്പുണ്ട്. ഇതെനിക്ക് വന്ന 2 വെറൈറ്റി ആയിരിക്കാനാണ് ചാൻസ്. ചിലപ്പോൾ ഇതാ റോസ് കണ്ടോ, സണ്ണിന് ഇതാണിങ്ങനെ. ഇത് റോസ് കളറിൽ. എന്താല്ലേ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ. ഞാൻ അപ്പുറത്ത് പോയി നിന്നെടുക്കണം. അപ്പോൾ വെളിച്ചം വരുന്നുണ്ട്. നോക്കട്ടെ. ഈ സൈഡ് മുഴുവനും ഇതാണ് കേട്ടോ. അതാ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വേണ്ടിയിരുന്നു. ഇതെന്താ ഒരു ചെറിയ ഒരു ഫൈബർ മാതിരിയാണ് ഉള്ളത്. ഇത് കണ്ടല്ലേ, ഇതാണിത് സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ കൊണമെന്ന് വെച്ചാൽ പിടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം കാലാവസ്ഥയുടെ ഉണ്ടാകുമല്ലോ. വയനാട്ടിലൊക്കെ വേണമെങ്കിൽ ഉണ്ടായേക്കും. ആ സൂര്യനെതിരായിട്ട് ആ പൂക്കൾ നിൽക്കുന്നതുണ്ടോ? ഈ പൂക്കളെല്ലാം രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടായില്ലല്ലോ? എനിക്ക് സംശയമില്ല. ഈ ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ ജോലി ചെയ്തോളും. നമ്മൾ മാത്രമേ എഴുന്നേറ്റ് കാപ്പിയും കുടിച്ച് ന്യൂസ് പേപ്പറും വായിച്ച് കാലും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഭയങ്കര സംഭവം കേട്ടോ. ഈ ഏറിയ മുഴുവൻ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അങ്ങേയറ്റം വരെ ആ ബ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ഇത് മതി, നമുക്ക് വേറെ വല്ലതൊക്കെ കാണാം. ഇവിടെ എല്ലായിടത്തും ഈ കച്ചട ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടം പോലും ഒരു പേപ്പർ കിടക്കുന്നില്ല. മനസ്സിലായോ? നമ്മുടെ അവിടെ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് അതിൻ്റെ മേളിലൊക്കെ കാണത്തുള്ളൂ. അകത്താരും ഇടാറില്ല. ഇവിടെ ജീവിക്കുന്നതിനൊരു പ്രത്യേക ക്ലെൻലിനെസ്സാണ്. എല്ലാം നല്ല ബ്യൂട്ടിയിൽ അവരുണ്ടാക്കി വെക്കാൻ ശ്രമിക്കും. നമ്മളും അത് അപ്പം നമ്മളത് കീപ്പ് ചെയ്യണം. ഈശോയെ, നല്ല രസമുണ്ട്. ഞാൻ വെറുതെ ഒരു പാസിങ്, വലിയൊരു നടപ്പായിട്ടില്ല. ഇനി ഉച്ചക്കത്തെ ആഹാരമൊക്കെ കുക്ക് ചെയ്യാൻ പോകണ്ട. നാട്ടിലെ ഇതൊന്നും കളയൊന്നും അധികം ഇവിടെ കാണാൻ. ലുക്ക് അറ്റ് ദിസ്. ഇറ്റ് ഈസ് അനദർ വെറൈറ്റി ഓഫ്. ഇത് വേറെ ഒരു വെറൈറ്റി. നല്ല രസമല്ലേ? ഓയ്, ഞാനിത് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ നേച്ചറൊക്കെ ഇടുന്നത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് കരുണയല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ദൈവം കാണിച്ചു തന്ന ഏറ്റവും വലിയ കരുണയാണിത്. പക്ഷേ അതല്ല,
കർണാടക ടോക്കൊന്നും അല്ലല്ലോ. ഞാനിടുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ എന്തെങ്കിലും ഇവിടം വിട്ട് മാറിപ്പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിലോട്ട് വന്ന് അവിടെ സെറ്റിലാണ്ട് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് എൻ്റെ ഹസ്ബൻഡിനേക്കാളും മുന്നേ ഞാൻ മരിക്കണം എന്നാണ് എൻ്റെ മര്യാദയ്ക്കൊരു ശവടക്കെങ്കിലും കിട്ടുമല്ലോ. അത് അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ പിന്നെ എന്താണ്, എനിക്ക് അങ്ങോട്ടേക്ക് നാട്ടിൽ വന്ന് താമസിക്കണം എന്ന് തന്നെയാണ് ആവശ്യം. ഇവിടെ ഇത് മുഴുവനും ലില്ലിയാണ്, വാട്ടർ ലില്ലിയാണ്. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല വൈറ്റ് കളറുള്ള പൂക്കൾ കാണാം. ഇപ്പോൾ ഇവിടെ ഇല ഹസ്ബൻഡ് പറയുന്നു കേട്ടോ, കഴിഞ്ഞ ദിവസം കണ്ട് കണ്ടിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അത് അങ്ങോട്ടേക്ക് അങ്ങ് പാർക്ക്, ഞങ്ങൾ വേറൊരു സ്ഥലത്ത്, ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ പാർക്കാണിത്. എന്നിട്ട് നമുക്കിങ്ങനെ അത് കണ്ടില്ലേ, കുറേ ഉണ്ട്. ഇതൊരു പാത്ത് വേ ആണ്, മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുക കണ്ടോ. അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഇങ്ങനെ തണലത്ത്, ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ തണലത്ത് ഇങ്ങനെ നടക്കാൻ പറ്റും. അതിൻ്റെ ബ്യൂട്ടി നോക്കി. എനിക്ക് ഷാഡോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ കുറേ പേരൊക്കെ നിങ്ങളും കാണുമല്ലോ. എനിക്കിപ്പോൾ ഈ വെയിൽ അങ്ങനെ വന്ന് നിൽക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഈ ഷാഡോ കണ്ടില്ലേ, നിലത്ത് സൂര്യൻ്റെ പ്രകാശം. കിസേ ഒരാൾ ബെഞ്ചിൽ, ഇങ്ങനെ ബെഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വന്ന് നടന്നേച്ച് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കളിക്കുക, വല്ല ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് തിന്നുക ഒക്കെ ചെയ്യാൻ പറ്റും. അതാ കിളികളുടെ, അത് ഡക്സ് മാതിരിയുള്ള കുളക്കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്വരങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്. അതാ കേട്ടില്ലേ, കുളക്കോഴിയാണ്. ഈ കാട്ടിനകത്തെല്ലാം ഉണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് വന്നിട്ട് വല്ലതുമൊക്കെ അത് അങ്ങേയറ്റം വരെ ഇങ്ങനെ ഈ പാത്ത് വേ ആണ്, കാണുന്നുണ്ടല്ലോ. ഞാനൊരു ചെറിയ നേരം നടന്നിട്ട് വീട്ടിൽ പോകും. ഉച്ചയ്ക്ക് അദ്ദേഹം ഇവിടെ നടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും ബെഞ്ചുമേ ഇരിക്കുന്ന കാണാം, സൺ ടാനിന് വേണ്ടി. ഓ, കുറേ പ്രാക്കൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഇതും ഒരു സൈസ് പൂവുണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി കണ്ടോ. ഇതൊരു ചില്ലയാണ്. ഓ, ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കരുതെന്ന് നിർബന്ധമാണ്. അവർ പാർക്കിലെ ആൾക്കാർ കാറുമായിട്ട് ഇവിടെ വരും, ഇതിനകത്ത് കൂടെ കയറിപ്പോകും. കണ്ടാൽ അവർ ബഹളം ഉണ്ടാക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ ഇതാ കണ്ട എല്ലാം നിൽക്കുന്നുണ്ട്. ചെറിയ പ്രാവുകളൊരു വഴിയിൽ. ഇതാണ് കാണാനുള്ളത്. കണ്ടില്ല, കുറേ ആമകൾ. ഇത് നമ്മളതിനകത്തോട്ട് വിരലിട്ട് കഴിഞ്ഞാൽ കടിച്ചു പറിച്ചുകൊണ്ട് പോയിക്കോളും. എൻ്റെ ഒരു കക്ഷി അവിടെ നിന്ന് നീന്തി വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ അല്ലേ മക്കളെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, കണ്ണിന് ആനന്ദം തരുന്ന കാര്യമാണ്. ഞാൻ ഒന്നാതെ ഇതേ ഒരു കുളക്കോഴി ഏതാണ്ട് സംഭവമാണിത്. അതിൻ്റെ മറ്റേ പുള്ളിയാണിത്. വേറെ ഉണ്ട്, പിന്നെ താറാവുകളുണ്ട്. ഇതെല്ലാം മെയിലാണ്. അങ്ങനെയാണോ, അവരുടെ പെണ്ണൻകുട്ടികളൊക്കെ അതിലേ പോയി. അപ്പോൾ ഇതെല്ലാം മെയിലാണ്. പിന്നെ കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ ബ്രെഡ് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് കൊടുക്കും. അതാ കൊടുത്തു, കൊച്ചിനെ കൊണ്ട് കൊടുപ്പിക്കും. ഓ വാബേ ഗ്രാൻഡ്. വർത്താനം പറയാൻ ചെന്നാൽ നിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോ. ഇവിടെ വേറൊരാൾ കിടക്കുന്നുണ്ട്. ചാവ്. Cute. Come bello tu, eh? Tu sei bello. Come stai mattina? Arrivata per passaggere? കണ്ട നല്ല കുട്ടിയാ കേട്ടോ. ഓക്കെ, ചാവ്. Andiamo? Papà, vieni. പട്ടിക്കും രാവിലെ ഒരു സല്യൂട്ട് കൊടുത്തു. പിന്നെ പപ്പ ലുക്കിയ. ഓ ഗ്രാൻഡ്. എൻ്റെ അമ്മേ, ഇത് കണ്ട ഈശോ. കൈ കൊടുത്താൽ വിരൽ കടിച്ച് പറിക്കുമെന്ന് പപ്പ എപ്പോഴും പറയാറുണ്ട്. വൈൽഡ് സാധനങ്ങളാണല്ലോ ഇതൊക്കെ. കണ്ടോ, നമ്മളെ കാണുമ്പോൾ നമ്മളെന്തോരം അവറ്റകളെ പേടിക്കുന്നോ അവരും നമ്മളെ തന്നെ പേടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ പക്ഷേ കാണാനായിട്ട്. നമ്മുടെ ഇവിടെ ആൾക്കാർ വന്നിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ഓടി വരും. എന്തിനാന്ന് വെച്ചാൽ വല്ലതും കൊടുക്കാം. അതാ ഒരു ബേബി. ചേടാ വാടാ വാടാ വാ കേട്ടോ. നല്ല കുട്ടിയാണ്. ചെറിയ ഫിഷുകൾ പോയണ്ടോ.
അതാ ചെറിയ ഫിഷുണ്ട്. വലുതും കാണുമായിരിക്കും. വല്ലവനൊക്കെ ആഫ്രിക്കക്കാരൊക്കെ വന്നിട്ട് അവർക്ക് ഈ ആമയ്ക്കൊക്കെ രാത്രി കയറി കിടക്കാനായിട്ട്, ഇത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്, കിടക്കാനായിട്ട് അവരിത് ചെറിയൊരു എന്തായാലും ലേക്ക് ഒരു അതിൻ്റെ ഒരു ഒയാസിസ് മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. ഇത് ആർട്ടിഫിഷ്യലാണ്. താഴെയൊക്കെ നമുക്ക് കാണാം. താഴെ ഇത് കാണത്തില്ല. ഇവരെല്ലാം ഇതിനകത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവേണ്ടതാണ്. കം ലെറ്റ്സ് ഗോ. ആഹാ, wait, I see another variety of flower. What is this? Yeah, that's the same one I have seen. അതിൻ്റെ കായ ഉണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അത്രയും പൂക്കൾ എന്തോരം ഉണ്ടോ ആ കായയും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. രസമുണ്ട്. വരൂ. ബിയനി അന്ത്യാമോ കാസ ഒരു ലേശം കൂടെ കാട്ടിയിട്ട് ഇതെല്ലാം നല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പോണ ആ വഴിയിൽ നിൽക്കുമ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ് ശരിക്കും. ഇതെന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? എന്താണ് നമ്മുടെ ഈ അരിപ്പൂ മാതിരിയുള്ളൊരു സൂത്ര. അപ്പം അത്രയിൽ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. അങ്ങേറ്റത്തു നിന്നാണ് നടന്നു വന്നത്. കോറിഡോറാണ്. ദിസ് ഇസ് എ കോറിഡോർ അണ്ടർനീത്ത് ദ ട്രീസ്. Canopy. What is a canopy? Canopy. Under the canopy of the leaves. ഈശോയെ, നിലത്ത് ഇപ്പോഴും ആ ചെറിയ ഡെയ്സി മാതിരിയുള്ള പൂക്കൾ കറക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഫ്ലൈയിങ് ക്ലബ്ബുണ്ട്. ആ ഫ്ലൈയിങ് ക്ലബിൻ്റെ പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഗ്ലൈഡറാണ് പോയത്. എൻ്റെ വിൻഡോയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അതല്ലേ മനോഹാരിത. ദൈവം നന്മ ചെയ്യുമ്പം ഒരു കുറവും ഒരാൾക്കൊരു കുറവ് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ദൈവം ചെയ്ത നന്മ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ജീവിതത്തെയും ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അതുകൊണ്ടാണ്. എന്നാൽ വേറെ ആർക്കും കിട്ടിയില്ലെന്ന് ചോദിക്കും. ഉണ്ടാവാം, ഉണ്ടെന്നുള്ളത് അറിയുകയും ചെയ്യും. പക്ഷേ എന്നെ അത് ബാധിക്കുന്നില്ലല്ലോ. ഈ വിറക് ഇങ്ങനെ ഇവിടെ വീണ് കിടക്കുന്ന കണ്ടിട്ടെ ഞാൻ ഇളയമ്മയ്ക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ. വിറകെന്ന് പറഞ്ഞാൽ ഒരിക്കൽ മഴ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തകർത്ത്. എന്നാലും ഞാൻ ഇളയമ്മയോട് പറഞ്ഞു വിറക് പെറുക്കാൻ വരുന്നുണ്ടെങ്കിൽ വന്നോളാം. അതുപോലെ ആ വിറകെല്ലാം കൂട്ടി മറ്റേ മരക്കഷ്ണങ്ങൾ കണ്ടോ, അതിങ്ങനെ ബെഞ്ചായിട്ട് അവർ ഉപയോഗിക്കും. വെറുതെ അങ്ങനെ തന്നെ ഒരു സീറ്റായിട്ട് കാട്ടിൽ. അത്രയും വലിയ ട്രീ ആയിരുന്നു. അതിൻ്റെ മൂട് കിടക്കുന്നുണ്ട്. ഭയങ്കര വലുതായിരുന്നു. മറിഞ്ഞ് വീണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഈ പാർക്കിൻ്റെ എല്ലാം തന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വരുമ്പം വെള്ളം കണ്ടോ, ഇതങ്ങനെ പോയി ആ തടാകത്തിൽ ചെന്ന് ചാടും. പിന്നെ ഇവിടെ നിൽക്കുമ്പം ഐ എം ജസ്റ്റ് കമ്മിങ് 1 സെക്കൻഡ്. ഇവിടെ നിൽക്കുമ്പം കള ആരവം അതായിരിക്കും പറയേണ്ടത് കേട്ടോ. വെള്ളം ഒഴുകുന്നത് നല്ല പ്യുവർ വാട്ടറാണ്. എന്ന് പറഞ്ഞാൽ കുടിക്കാനൊന്നും പറ്റിയതല്ല. അതായത് ഇതിനകത്ത് ആരും ഒന്നും ചീത്തയൊന്നും പേപ്പറോ ക്യാനോ ഇതൊക്കെ തിന്നിട്ടുള്ളതിൻ്റെ ഈ സ്വരം നിങ്ങൾ കേൾക്കും ഒരു മിനിറ്റത്തേക്ക്. ദിസ് വിൽ ഗിവ് യു സച്ച് എ ഗുഡ് റിജുവനേഷൻ ടു യുവർ ഹാർട്ട്. കേട്ടോളൂ. ഇങ്ങനെ എല്ലാവരും ഇവിടെ നടക്കാൻ വരും. അത് വേറൊരാൾ വരുന്നുണ്ട്. അയ്യോടാ, ഇതാണിത് സംഭവം. ഈശോ. പിന്നെ നമുക്ക് നടക്കാനായിട്ട് ആൾക്കാർ വരും. ഈശംശയാണ് ആളെ ഒരു ഭാഗത്ത് ചെന്ന് ഞാൻ പോട്ടെ. പട്ടിക്കുട്ടി അവരെ കൊണ്ട് വരും എല്ലാവരും. ഇഷ്ടം പോലെ. ഇവിടുത്തെ നിങ്ങൾക്കറിയാവില്ലേ, ഇത് ഇവിടുത്തെ യൂറോപ്പിലെ ഒരു തണുപ്പ് രാജ്യങ്ങളിലുള്ളൊരു വൃക്ഷമാണ്. ഭയങ്കര ബ്യൂട്ടിയാണിത്. നമ്മൾ ക്രിസ്മസ് ട്രീ പോലെ നമ്മുടെയൊക്കെ ചില വീടുകളുടെ മുൻവശത്ത് അത് ഈ പൈനല്ല, വേറൊരു രീതിയിലുള്ളതുണ്ട്. ഓടട്ടെ. നടന്ന് ഇവിടെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ആ മഞ്ഞപ്പൂക്കൾ അതവിടെ. ഈശോ. ഓ
ഒരു ട്രെയിൻ അങ്ങോട്ടേക്ക് പോയി. മെട്രോയാണ്. നമ്മൾ വന്ന കുളം അതേ അവിടെയാണ് കാണുന്നത്. അതല്ല, അതാ ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്കും വരുന്നു. അത് സിറ്റി സെൻറ്ററിലോട്ട് പോകും. ഞാൻ ഇന്നലെയൊക്കെ പോയെടുത്ത് കത്തീഡ്രൽ പള്ളിയുള്ള ഭാഗത്തോട്ടാണ് ട്രെയിൻ മെട്രോ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രധാന രീതി നടക്കുന്നതിൻ്റെ ഇങ്ങനെയാണ്. പിന്നാലെ കൈ കെട്ടിക്കൊണ്ടാണ് എപ്പോഴും പോകുന്നത്. പിന്നാമ്പുറത്ത് നമ്മൾ വന്ന് അങ്ങേ അറ്റത്ത് കാണുന്നുണ്ടല്ലോ ആ പൂക്കൾ, അതാണത്. ഇനിയിപ്പോൾ സ്പീഡിൽ തന്നെ നടന്നേക്കാം. ഞാനിത് നിങ്ങളെ കാണിക്കാൻ സന്തോഷിക്കുന്ന പോലെ നിങ്ങളിത് കാണുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് ചിലരുടെയൊക്കെ വീഡിയോ കമൻറ്റിൽ കാണാറുണ്ട്. അതിന് എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് എത്ര നല്ല നമ്മൾ കണ്ട പൂക്കളുണ്ടല്ലോ നിൽക്കുന്ന കണ്ട അങ്ങേറ്റത്ത്, അതിലെയാണ് ഞങ്ങൾ നടന്നു വന്നത്. എന്നിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വന്നു. പപ്പാ, ലുക്ക് അറ്റ് ദ മൗണ്ടൻ ക്ലാഡ് വിത്ത് ദ സ്നോ. അങ്ങേറ്റത്ത് ബ്ലൂ കാണുന്നുണ്ടല്ലോ, അവിടെ സ്നോ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് യു ക്യാൻ സീ ദ സ്നോ. ഉണ്ടല്ലേ, യു ക്യാൻ സീ ദ സ്നോ ഓൺ ടോപ്പ്. ഇത് നല്ല രസമുണ്ട്. ഒരു അയ്യറിയേ, ഇത് കണ്ട എന്താ ബ്യൂട്ടി. ഒരു സിംഗിൾ ഫ്ലവർ, ഒരു വെറൈറ്റി ഓഫ് റോസസ് ആണ്. 3 അവിടെ നിൽക്കുന്നുണ്ട്. അതാ അവിടെയുണ്ട്. പിന്നെ നമുക്ക് പോയേക്കാം. ആ പൂക്കളെ ഒന്നും കൂടെ കാണിക്കാനായിട്ട് എനിക്കിഷ്ടമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. എല്ലാ ട്രെയിനുകളുടെയും മിലാനാണ് സംഭവം. മിലാനോ മേധ എവിടേക്ക് പോകണു എല്ലാ ഡിസ്പ്ലേ ഇവിടെ ഉണ്ട് കേട്ടോ. എയർപോർട്ടിലൊക്കെ കാണുന്ന നമുക്ക് കണ്ടോ, മിലാനോ സെൻട്രൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിനും വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റേഷൻ, ഒരു മേജർ മീൻസ് എന്താ പറഞ്ഞാൽ വലിയ സംഭവത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് മുഴുവൻ ഇങ്ങനെ ഗ്ലാസ്സും ഒക്കെ ഇട്ടിട്ട് ഐ വാണ്ട് ഗോ ടു ദി അതർ സൈഡ്. അവിടെ ഒന്ന് നിർത്തിയല്ലോ അല്ലേ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ബ്രുത്സാന, നമ്മുടെ സ്ഥലത്തിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. മിലാനോ ബ്രുത്സാനോ പാർക്കോ നോർത്ത്. പാർക്കിൻ്റെ പേരാണ് പാർക്കോ നോർത്ത്. കണ്ടോ, ട്രെയിൻ നോർത്ത് ട്രെയിൻ. ഞങ്ങൾ ഇറ്റലിയുടെ നോർത്താണല്ലോ, അതുകൊണ്ടാണ് ആ പേര്. ഇതങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. രണ്ട് ട്രെയിൻ കൂട്ടി യോജിപ്പിച്ചതാണിത്. അതായത് ഒരു ട്രെയിനിന് 3 ബോഗിയൊക്കെ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ലിഫ്റ്റ് ഉണ്ട് ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. നടക്കാൻ പറ്റില്ലാത്തവർക്കൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾ കാണുക. നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഒരു തുണ്ട് കഷ്ണം പേപ്പറുകൾ പോലും കടലാസുകളൊന്നും ഇവിടെ ഇല്ല. അല്ല, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണൊക്കെ എടുക്കും. നമ്മളിത് പബ്ലിക് പ്രോപ്പർട്ടിയൊക്കെ കച്ചറ ഇടാനുള്ള ഒരു സ്ഥലമാണെന്നുള്ള ധാരണയിലാണ് നമ്മളുടെ പെരുമാറ്റം. എല്ലാ കാര്യങ്ങളും അവിടോട്ട് കൊണ്ട് തട്ടും. ഇത് വേറൊരു വെറൈറ്റി ഓഫ് പൈനാണ് ആ കാണുന്നത്. അടുത്ത ട്രെയിനും വരുന്നുണ്ട്.
Andiamo. ലിഫ്റ്റുണ്ട്. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അവരുടെ ട്രെയിൻ സിറ്റിയിലോട്ട് പോകാനായിട്ട്. മറ്റേത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ടു ട്രെയിൻ കെ What do you eat today? Pasta. You have pasta. അങ്ങനെ അത് കഴിഞ്ഞു. ഇവിടെ കൊണ്ട് സൈക്കിൾ മാത്രം വെച്ച് ലോക്ക് ചെയ്യാനുള്ളതാണ് ഈ സ്ഥലം. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സൈക്കിൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റി വീൽ അതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് പോകാം. ചിലപ്പം വരുമ്പം വീല് കാണില്ല, അതിൻ്റെ ഫ്രെയിം മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. പ്രാർത്ഥിച്ച മക്കളെ, നിങ്ങൾക്കും ഇത് ഞങ്ങളുടെ